കോട്ടയം മെഡിക്കൽ കോളേജിലുള്ള നേഴ്സിംഗ് വിദ്യാർത്ഥികൾ അവിടെ ത്രീ ഇയർ കോഴ്സാണല്ലോ. ഫസ്റ്റ് ഇയർ വന്നിരിക്കുന്ന കുട്ടികളെ റാഗ് ചെയ്തിരുന്നു. റാഗിക്കുന്നത് സാധാ റാഗിക്കുന്നതല്ല, ഭയങ്കര ബ്രൂട്ടലായിട്ട്, നമുക്കൊന്നും ചിന്തിക്കാമെന്നല്ല അപ്പുറം. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യർക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചെയ്യാൻ അയാളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം മദ്യമോ അല്ലെ മയക്കുമരുന്നുകൾ ഏതൊക്കെ, അതും രാസലഹരികളായിരിക്കും. ഇതൊക്കെ പരിശോധിക്കണം. നമ്മുടെ കോളേജിലും സ്കൂളുകൾക്ക് കുട്ടികൾ സേഫാണോ, അവരെന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതൊക്കെ അധികാരികൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സ്കൂൾ അധികാരികൾ ആൻറ്റി റാങ്കിങ് സ്ക്വാഡൊക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾ അനുഭവിച്ച വേദന എന്തുമാത്രമായിരിക്കും. നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ ക്രൂരമായി റാഗിങ്ങിന് വിധേയമാക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതിക്രൂര ദൃശ്യങ്ങളായതിനാലും പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ചും 24 ഇവ പൂർണ്ണമായി സംപ്രേഷണം ചെയ്യുന്നില്ല. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള കരുതലിനും ജാഗ്രതയ്ക്കുമുള്ള മുന്നറിയിപ്പാണ് പുറത്തു വന്ന ദൃശ്യങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് അങ്ങേയറ്റം ക്രൂരമായ ദൃശ്യങ്ങളാണ്. ഇതിന്റെ ശബ്ദം നമ്മൾ മ്യൂട്ട് ചെയ്തിരിക്കുന്നത് കാരണം അത്രത്തോളം നരമേധപരമായ, അത്രത്തോളം ക്രൂരമായ, അത്രത്തോളം ഒരു വിദ്യാർത്ഥികൾ സഹപാഠികളോട് ഇത്രയധികം ക്രൂരന്മാരാകുമോ എന്ന രീതിയിലുള്ള ശബ്ദമായതുകൊണ്ടാണത്. അങ്ങേയറ്റം ക്രൂരമായ ഡംബൽസ് അടക്കം നമുക്ക് വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ക്രൂരമായ ക്രൂരതകൾ ഈ റാഗിംഗ് എന്ന പേരിൽ ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പക്ഷേ അത് പൂർണ്ണാർത്ഥം നമുക്ക് കാണിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. അത് പോലീസിന് അഭ്യർത്ഥന മാനിച്ചു. മാത്രമല്ല അത് നമുക്ക് അങ്ങനെ കണ്ടിരിക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളാണത് എന്നതുകൊണ്ടുകൂടിയാണ്. ടോബി ജോൺസൺ ചെയ്യുന്നത്. ടോബി, നമ്മൾ പറഞ്ഞു കേട്ടപ്പോൾ ഇത്രയും ക്രൂരമായിരുന്നു ദൃശ്യങ്ങൾ, ഇത്രയും ക്രൂരമായിരുന്നു പീഡനം എന്ന് കരുതിയതിനപ്പുറം അങ്ങേയറ്റത്തെ ക്രൂരത. ടോബി. ഹാഷ്മി, തീർച്ചയായിട്ടും ആ ദൃശ്യങ്ങൾ തന്നെയാണ് ഇതിലെ പ്രധാന തെളിവ്. അത് സംപ്രേഷണം ചെയ്യുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ട് ഒന്നതാണ്. അതായത് പോലീസ് നമ്മളോട് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അതുകൊണ്ട് തന്നെ അത് ഒരു നിർണായക തെളിവാണ്. ആ തെളിവാണ് ഈ പ്രതികൾക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അത് സംപ്രേഷണം ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ അത് ബ്ലർ ചെയ്ത് കാണിക്കുന്നത് പോലും അതുകൊണ്ടാണ്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടരുത്, ഈ ദൃശ്യങ്ങൾ കണ്ട് വീണ്ടും അത് ആവർത്തിക്കപ്പെടരുത് എന്നുള്ളത് കൂടി നമ്മുടെ ഒരു കൺസേൺ ആയിട്ട് തന്നെ നമുക്ക് പറയാം. എന്തായാലും ഈ ഒരു സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങൾ, അതിക്രൂരമായിട്ടുള്ള റാഗിംഗ് എന്ന് പറഞ്ഞാൽ പോലെ ഒരു പീഡനം തന്നെയാണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു വിദ്യാർത്ഥിയുടെ കൈകാലുകൾ കട്ടിലിൽ കെട്ടിയിടുന്നു. ആ കട്ടിലിൽ കെട്ടിയിട്ട ആ ഒരു തോർത്ത് കൊണ്ട് ആ കാല് മുറിഞ്ഞ് അതിൽ നിന്നും രക്തം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കെട്ടിയിട്ട വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ ഡിവൈഡറും കോമ്പസും ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയാണ് ഈ പ്രതികളായിട്ടുള്ള വിദ്യാർത്ഥികൾ. എന്നിട്ട് ചിരിച്ച് രസിക്കുകയാണ്. ആ വേദനയെടുത്ത ആ വിദ്യാർത്ഥി പൊളയുമ്പോൾ ആ മുറിവുകളിൽ നിന്നും രക്തം വരാതിരിക്കുന്നതിന് വേണ്ടി ലോഷനോ ഷാമ്പുവോ മറ്റോ ദേഹത്തുകൂടി ഒഴിച്ച് ആ മുറിവിലൊക്കെ ഒഴിക്കുന്നു. ശബ്ദമുണ്ടാക്കുമ്പോൾ വായിലേക്ക് പോലും ഈ ഷാമ്പുവോ ലോഷനോ ഒഴിച്ചു കൊടുക്കുന്ന കാഴ്ചയും നമുക്കതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഡംബൽ പോലെ ഭാരമുള്ള വസ്തു എടുത്ത് ഈ വിദ്യാർത്ഥിയുടെ ജനനേന്ദ്രിയത്തിൽ വെച്ച് പരിക്കേൽപ്പിക്കുന്നത്. അപ്പോഴും ഈ വിദ്യാർത്ഥി കരയുന്നുണ്ട്. ആ വിദ്യാർത്ഥി കരയുകയും നിലവിളിക്കുകയും ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് ഈ പ്രതികൾ സമീപത്ത് നിൽക്കുന്നതെന്നും ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അത്രത്തോളം ക്രൂരമായിട്ടുള്ളൊരു പീഡനമാണ് നടന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും റാഗിംഗ് അടക്കമുള്ള നിർണായക വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. 5 പ്രതികൾക്കെതിരെയാണ് കേസ്. ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ടും ഇതിന് തൊട്ടടുത്ത മുറിയിൽ താമസിക്കുന്ന ഈ വാർഡന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അത് കണ്ടില്ല എന്നുള്ളൊരു വിശദീകരണം കോളേജിന്റെ ഭാഗത്തു നിന്നും ഇന്നലെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിശദമായിട്ടുള്ള അന്വേഷണത്തിലേക്ക് പോലീസ് പോകുമെന്ന് പറയുന്നത്. ഈ സംഭവം നടന്നത്, അതായത് നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ നടന്ന ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 13-ാം തീയതിയാണ്. ആ ഡിസംബർ 13-ാം തീയതിയാണ് ഏറ്റവും ക്രൂരമായിട്ടുള്ള ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കാൻ ഒരു തരത്തിൽ നിർവാഹമില്ലാത്തതുകൊണ്ട് നമ്മളല്ലാതെ മാസ്ക് ചെയ്യാത്ത ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് എന്തൊരു ഭീകരമാണ്. ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ആവാൻ കഴിയുന്നത്? ആ കുട്ടികൾ കരയുന്നുണ്ട്. ഈ ഡ്രസ്സ് നമ്മൾ ഡ്രസ്സ് പറന്നു പോകാൻ ഇടാൻ ക്ലിപ്പ് ശരീരത്തിലാകമാനം കുത്തിവെക്കുന്നുണ്ട്. സെൻസിറ്റീവ് ഭാഗങ്ങളൊക്കെ കുത്തിവെക്കുന്നുണ്ട്. ഡംബൽസ് എടുത്ത് സ്വകാര്യ ഭാഗങ്ങളിൽ വെക്കുന്നുണ്ട്. ഡിവൈഡർ ഇട്ട് നമ്മൾ ഈ നാഭി എന്ന് പറയുന്ന ഭാഗത്ത് ഡിവൈഡർ കുത്തി ഈ കോമ്പസ് കുത്തി ഇങ്ങനെ കറക്കി മുറിവേൽപ്പിക്കുന്നുണ്ട്. മുറിവേറ്റ ഭാഗങ്ങളിൽ എന്തോ ലോഷൻ പോലെ എന്തോ ഒഴിക്കുന്നുണ്ട്. വായിലടക്കം ഒഴിക്കുന്നുണ്ട്. കിടന്ന് കരയുന്നുണ്ട്. കയ്യും കാലും കെട്ടിയിട്ടിരിക്കുകയാണ്. ഇത് കേട്ട് ഈ കുട്ടികൾ അട്ടഹാസമാണ്. ഇത് ചെയ്യുന്ന കുട്ടികൾ അങ്ങേയറ്റത്തെ അട്ടഹാസമാണ്. ഏതെങ്കിലും ചെയ്യുന്നത് അങ്ങേയറ്റത്തെ മര്യാദകളും അങ്ങേയറ്റത്തെ ക്രൂരതയുമാണെന്ന ഒരു ബോധ്യവുമില്ലാതെ ഈ കുട്ടികൾ അത് കണ്ട് ഈ അവിടെ കിടക്കുന്ന ഒരു സഹപാഠിയുടെ വേദന കണ്ട് ചിരിക്കുന്ന കുട്ടികൾ ഇവരെ എന്ത് ചെയ്യേണ്ടതാണ് ടോബി? എന്താണ് ഇവരെ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ആശ്വി, ഇത് തന്നെയാണ് പോലീസും ചോദിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള കർശന നിയമങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും വകവെക്കാതെ ഇത്തരത്തിലുള്ള ഒരു ക്രൂര വിനോദത്വം എന്ന് വേണമെങ്കിൽ പറയാം, അവർ അത് ആസ്വദിക്കുകയാണ്. അതായത് ഒരാൾ വേദനിക്കുമ്പോൾ അത് ആസ്വദിക്കുന്ന വിദ്യാർത്ഥികൾ, അവരുടെ മനോഭാവം, അവരുടെ മനോനില ഏത് അവസ്ഥയിലാണെന്ന് പോലും സംശയിക്കേണ്ടി വരുന്നു. അത്തരം ക്രൂരമായിട്ടുള്ള പീഡനമാണ് നടന്നത്. ഇതിനെ റാഗിംഗ് എന്ന് പറഞ്ഞ് പോലും തള്ളിക്കളയാൻ സാധിക്കില്ല. ഒരു ക്രൂര പീഡനം, ഒരു മനുഷ്യജീവനെ കുത്തി പരിക്കേൽപ്പിക്കുക, വേദനിപ്പിക്കുക, അത് കണ്ട് രസിക്കുക, ചിരിക്കുക, ഇതൊക്കെ എങ്ങനെയുള്ള ഒരു സാധാരണ മനുഷ്യന് ചെയ്യാൻ സാധിക്കുന്നതാണോ? അതായത് കൊടും ക്രിമിനലുകൾ ചെയ്യുന്ന തരത്തിലുള്ള
ഒരു ചെയ്തി നമ്മൾ കണ്ടിട്ടുള്ള ഈ സിനിമകളിലും മറ്റുമൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ ഇങ്ങനെ വേദനിപ്പിക്കുമ്പോൾ അത് കണ്ട് രസിക്കുന്ന വില്ലന്മാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു നിത്യജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു വിദ്യാർത്ഥികൾ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം വലുതാണ്. ഈ സ്കൂളിന്റെ ഈ കോളേജിന്റെ ഗവൺമെന്റ് കോളേജാണ്, മെഡിക്കൽ കോളേജിനകത്തുള്ള ഗവൺമെന്റ് നഴ്സിംഗ് കോളേജാണ്. അതിന്റെ മുൻവശത്ത് ഇന്നലെ നമ്മൾ അവിടെ ഇതിന്റെ പ്രിൻസിപ്പാളുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പാളിന്റെ ചുമതലയുള്ള ആളുടെ ബൈറ്റ് എടുക്കാൻ വേണ്ടി, പ്രതികരണം എടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ആ കവാടത്തിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ റാഗിംഗ് നടക്കില്ല, ആന്റി റാഗിങ്ങുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് ആ കോളേജിന്റെ മുൻവശത്ത്. അത്തരമൊരു സ്ഥാപനത്തിന്റെ ഹോസ്റ്റലിലാണ് ഇങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള റാഗിംഗ് അരങ്ങേറിയതെന്ന് പറയുമ്പോൾ അത് ഒരു നമുക്ക് തലകുനിക്കേണ്ടി വരും. എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം തന്നെ ചോദിച്ചു പോകും. പോലീസ് അതുകൊണ്ട് കർശനമായിട്ടുള്ള നടപടികളുമായിട്ടാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ പ്രതികളുണ്ടോ, മുൻപ് സമാനമായ രീതിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി ശേഖരിക്കുന്നുണ്ട്. ഇത് ദീർഘനാൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസങ്ങളായി ഈ ക്രൂരമായ റാഗിംഗ് തുടരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഈ കുട്ടികൾ തന്നെ. അപ്പോൾ ഇവിടെ ഹോസ്റ്റൽ വാർഡൻ ഉണ്ടാവേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ഹൗസ് കീപ്പർ ഉണ്ടാവേണ്ടതാണ്. ഇതൊന്നും ആരും അറിയുന്നില്ല. ഇവിടെ ഈ ഇത്രത്തോളം കൊല്ലാക്കൊല, ഇതാൾ മരിച്ചു ഇത്രയൊക്കെ മതിയല്ലോ. അത്തരത്തിൽ മനുഷ്യനെ കൊല്ലുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ഇട്ട് പുക്കിൽ കുത്തുകയാണ്. ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കാണുമ്പോൾ ആരും ഒന്നും അറിഞ്ഞില്ല എന്നാണോ ടോബി മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഇന്നലെ പ്രിൻസിപ്പലിന്റെ ചുമതലയുള്ള ലിനി ജോസഫ് നമ്മളോട് പറഞ്ഞത് അതാണ്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ആ ഒരു പരാതിയുമായി ഒരു രക്ഷിതാവ് ഞങ്ങളെ സമീപിച്ചപ്പോൾ, അതായത് ഇന്നലെ മിനിഞ്ഞാന്ന് പ്രിൻസിപ്പാളിനെ സമീപിച്ചപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു റാഗിംഗ് അവിടെ നടന്നുവെന്ന് തങ്ങൾക്ക് മനസ്സിലായതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ലായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ നമ്മളത് ചോദിക്കുകയും ചെയ്തു. ഇവിടെ ഒരു വാർഡൻ ഇല്ലേ, ഫുൾ ടൈം വാർഡൻ ഇതിന് ഉണ്ടാകേണ്ടതല്ലേ? അപ്പോൾ ഈ വാർഡൻ എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പാളിന് തന്നെയാണ് വാർഡന്റെ ചുമതല. ഒരു ഹൗസ് കീപ്പറെ അവിടെ നിയോഗിച്ചിട്ടുണ്ട്. അതായത് ഈ വാർഡിന്റെ ചുമതല നിയോഗിക്കാൻ വേണ്ടി 24 മണിക്കൂറും ഒരു ഹൗസ് കീപ്പർ ഉണ്ട്. ഈ ഹൗസ് കീപ്പർ താമസിക്കുന്നത് ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ താമസിക്കുന്ന മുറിയുടെ തൊട്ടടുത്താണ്. അതായത് അടുത്തടുത്ത മുറികളാണ് ഇത് രണ്ടും. അവരൊന്നും തന്നെ ഇങ്ങനെയുള്ള ശബ്ദങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും കേട്ടില്ലെന്നാണ് ഈ മാനേജ്മെന്റിന്റെ ഈ അധികൃതരുടെ ഒരു വിചിത്രമായിട്ടുള്ള ഒരു വാദം വന്നത്. അത് നമ്മൾ അപ്പോൾ തന്നെ അത് ചോദിച്ചിരുന്നു. അതുകൊണ്ടാണ് പോലീസ് ആ കാര്യത്തിൽ ഒരു വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത്. നവംബർ മാസത്തിലാണ് ഈ റാഗിംഗ് തുടങ്ങിയതെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. അന്ന് ആദ്യം ഒരു 800 രൂപ ഈ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നു, 300 രൂപ ഗൂഗിൾ പേ വഴി നൽകുന്നു, നേരിട്ട് ഒരു 500 രൂപ നൽകുന്നു. അതിനുശേഷം ഈ സീനിയേഴ്സിനെ ബഹുമാനിക്കാൻ അറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ കഴുത്തിൽ ഈ സീനിയേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾ കത്തിവെച്ച് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ 13-ാം തീയതി ഈ ക്രൂരമായിട്ടുള്ള ഈ റാഗിംഗ് അരങ്ങേറുന്നത്. അതിനുശേഷം ജനുവരിയിലും ഫെബ്രുവരിയിലും ചില റാഗിംഗ് സംഭവങ്ങൾ നടന്നു. ഈ ഒന്നാം വർഷ വിദ്യാർത്ഥികൾ മുട്ടുകുത്തി നിർത്തിച്ച് അവരുടെ കരണത്ത് ഈ സീനിയേഴ്സ് അടിച്ചുവെന്നും ഈ എഫ്ഐആറിൽ പറയുന്നുണ്ട്. കേരളത്തിന് നാണക്കേടാവുന്ന ദൃശ്യങ്ങളാണിത്. ഇത് എന്താണ് ഈ പറയുന്ന രീതിയിൽ ഇത് മറക്കാതെ ബ്ലറാക്കാതെ പുറംലോകം കണ്ടാൽ ഇത് കേരളത്തിന് നാണക്കേടാവുന്ന ദൃശ്യങ്ങളാണെന്ന് പറയാം. കോട്ടയത്താണ്, എന്താ നഴ്സിംഗ് വിദ്യാർത്ഥികളാണ്, നഴ്സിംഗ് വിദ്യാർത്ഥി ഹോസ്റ്റലാണ്. എന്ന് പറഞ്ഞാൽ രോഗികളെ പരിചരിക്കേണ്ട വിദ്വാന്മാരാണ് ഇപ്പുറത്തെ വിൻഡോയിൽ പോലീസ് പിടിച്ച ആ ചിത്രങ്ങൾ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ വിവസ്ത്രനാക്കി കയ്യും കാലും കട്ടിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ഈ കാണുന്ന ബ്ലഡ് ദൃശ്യങ്ങൾ. പ്രേക്ഷകർക്ക് അത് കാണിക്കാനാവാത്ത കാരണം ഇത് പോലീസിന്റെ അഭ്യർത്ഥനയൊക്കെ മാനിച്ചാണ്. 1, 2, 3 ഒന്നൊക്കെ എണ്ണി കയ്യിലും കാലിലും ഒക്കെ ഈ പറയുന്ന കോമ്പസും ഡിവൈഡറും ഉപയോഗിച്ച് കുത്തുകയാണ്. ആ കുത്തുന്ന സമയത്തൊക്കെ ആർത്ത് ചിരിക്കുകയാണ് ഈ പറയുന്ന 3-4 ക്രൂരന്മാർ ആ കൂട്ടത്തിൽ. ഈ കോമ്പസ് കൊണ്ട് കുത്തുമ്പോൾ ചോര പൊടിയുന്നിടങ്ങളിൽ ഈ ബോഡി ലോഷനോ അങ്ങനെ എന്തോ ഒരു വെള്ള ഫോം അല്ലെങ്കിൽ പത അല്ലെങ്കിൽ ഷേവിംഗ് ലോഷനോ എന്തോ ഉപയോഗിച്ച് ഇങ്ങനെ ചോര പൊടിയുന്ന ഇടങ്ങളിലൊക്കെ ഇങ്ങനെ വെള്ള ഇങ്ങനെ ചീറ്റി വെക്കുകയാണ്. അതിനുശേഷം ഈ മാറത്തെ രണ്ടിടത്ത് നമ്മൾ തുണി ക്ലിപ്പിടാൻ ഉപയോഗിക്കുന്ന ക്ലിപ്പ് കൊണ്ട് കുത്തിയിട്ടിരിക്കുകയാണ്. ഡമ്പൽ, വ്യായാമത്തിന് ഒരു ഡമ്പൽ ഉണ്ടല്ലോ, ആ ഡമ്പൽ ആ കിടക്കുന്ന പയ്യന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ആ ഡമ്പൽ അടുക്കി വെച്ച് അവിടെയും മുറിവേൽപ്പിക്കുകയും ക്ഷതമേൽപ്പിക്കുകയും ചെയ്യുകയാണ്. വിദ്യാർത്ഥി വേദന കൊണ്ട് കരയുമ്പോൾ ചിരിക്കുകയാണ് ഈ പറയുന്ന ഈ ക്രൂരം കൂട്ടം. ചിരിച്ചുകൊണ്ട് വായിലേക്കും എന്തോ ഒരു സ്പൂണാണോ അതോ ഈ പറയുന്ന ഇൻസ്ട്രുമെന്റ് ബോക്സിലുള്ള എന്തോ കോമ്പസോ എന്തോ കുത്തിക്കയറ്റി ഇറക്കി വെക്കുകയും വായിലേക്കും ഈ ലോഷൻ ഒഴിക്കുകയും ചെയ്യുകയാണ്. ആ കിടക്കുന്ന ജൂനിയർ വിദ്യാർത്ഥി മരിച്ചു പോകാതിരുന്നവൻ്റെ ആയുസിന്റെ ബലം കൊണ്ടാണെന്ന് ഉറപ്പായും പറയാം. കാര്യം ഒരാൾ മരിച്ചു പോകാനും മാത്രമായി എല്ലാ പണിയും ഈ ക്രൂരം കൂട്ടം അവിടെ നിന്ന് ഈ കട്ടിലിൽ കയ്യും കാലം കെട്ടിയിട്ട് ചെയ്യുന്നു. 800 രൂപ ചോദിച്ചു 300 രൂപ മാത്രം കൊടുത്തു എന്നതിന്റെ പകതീർക്കലാണോ അതോ ഈ പറയുന്ന സേ നോ ടു റാഗിംഗ് എന്തോ റാഗിംഗ് ഇവിടെ അനുവദനീയമല്ല എന്നത്രാണത്തെ അങ്ങോട്ട് കയറി പോകുമ്പോൾ അവരുടെ ഹോസ്റ്റലിലെ വാതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഈ കാണിക്കുന്ന വൃത്തികെട്ട പണി, ഈ കാണിക്കുന്ന ക്രൂരത, കൊടും ക്രൂരത ഹോസ്റ്റലിൽ ആരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവിടെ വാർഡനില്ല, അല്ലെങ്കിൽ ഹൗസ് കീപ്പർ എന്നൊക്കെ പറയുന്നത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് വരും മണിക്കൂറിൽ വ്യക്തമാകുന്നതാണ്. ഈ പറയുന്ന ഈ ഗുണ്ടാപ്പട എന്ന് തന്നെ വിളിക്കണം. ഇവർ വിദ്യാർത്ഥികളൊന്നുമല്ല, ഇത്തരത്തിൽ റാഗിങ്ങിന്റെ പേര് ക്രൂരമായി ഇങ്ങനെ കോമ്പസ് കൊണ്ട് പുക്കിൽ കുത്തുവാന്നേ. അങ്ങനെ കുത്തുന്ന ഇവരെ വിദ്യാർത്ഥികൾ എന്നാണ് വിളിക്കേണ്ടത്, ഇവരെ ക്രിമിനൽ സംഘം എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്രിമിനൽ സംഘം ഈ കാണിക്കുന്ന കുട്ടിയെ മാത്രമാണ് ചെയ്തത്, അതോ ഇവരുടെ ഈ ഗുണ്ടാപ്പടയെ പേടിച്ച് ഇവർ പുറത്ത് പറയാതിരിക്കലാണോ എന്ന കാര്യം അറിയില്ല. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ എന്നെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ റാഗിങ്ങിന് വിധേയരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം. കാര്യം അവരിപ്പോൾ അകത്താണ്, അവർ നിങ്ങളൊരു ചുക്ക് ചെയ്യാൻ പോകുന്നില്ല. ഇനി തുറന്ന് നിങ്ങൾ അനുഭവിച്ച പീഡനം, കാര്യം മാസങ്ങളായി ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് ഈ നരമേധം തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെയുള്ള ഈ എല്ലാ കോളേജിലും റാഗിങ്ങൾ വരാറുണ്ട്. പക്ഷേ ഇത്രയ്ക്ക് ബ്രൂട്ടലായിട്ട് പാട്ട് പഠിപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിർത്തിക്കുക, കസേര ഇരിക്കുന്ന പോലെ ഇരുത്തിക്കുക,
എന്തെങ്കിലും പ്രസംഗിക്കാൻ പറയുക, പാട്ട് പാടാൻ പറയുക, ഇങ്ങനെയൊക്കെയുള്ളതാണ് റാഗിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സഭാഗമം മാറ്റാൻ വേണ്ടി സീനിയേഴ്സ് ഒന്ന് ചെയ്യുന്നത്. അതൊക്കെ ഒരു തമാശയുടെ പുറത്ത്. പക്ഷേ തമാശയ്ക്കപ്പുറം ഇതിന് റാഗിങ് എന്ന് പറയുമ്പോൾ ഇതിനൊക്കെ സേ നോ ടു റാഗിങ് എന്ന് കറക്റ്റാണ്. അതിന് റാഗിങ് ചെയ്യുന്നില്ലല്ലോ. ഇവിടെ റാഗിങ് അല്ലല്ലോ ചെയ്യുന്നത്. ഹിറ്റ്ലറിൻ്റെ നാസി ക്യാമ്പാണ്. ഹിറ്റ്ലറിൻ്റെ നാസി ക്യാമ്പിലെ പ്രാക്ടീസുകളാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. യുദ്ധത്തിൽ പിടിച്ച തടവുകാരെ എന്താ ചെയ്തുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത്? എന്താണ് ആ സെയിം പാറ്റേൺ ഒക്കെ ഇവർ പരിശീലിച്ച് നോക്കുന്ന സ്വന്തം ജൂനിയേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന കുട്ടി. ഈ കുട്ടികളൊക്കെ പാവങ്ങൾ. അതുകൊണ്ടാണ്. അല്ലാതെ ഇടിച്ച് പരിപ്പിളക്കില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ വന്നിരിക്കുന്ന പിള്ളേർ അത്രയ്ക്ക് വലിയ പ്രശ്നക്കാരല്ലാത്ത പാവങ്ങളായതുകൊണ്ട് ഞാനല്ലേ ഇനി നിങ്ങളുടെയൊക്കെ ക്ലാസ്സുകളിലും സ്കൂളുകളിലൊക്കെ അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ തുറന്നു പറയുക പ്രശ്നങ്ങൾ, അല്ലാതെ നിങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ളവരെ സമൂഹത്തിൻ്റെ മുമ്പോട്ട് കൊണ്ടുവരുന്നതാണല്ല. അല്ല നമ്മളിത് വെച്ചുകൊണ്ടിരുന്ന ഇവർ നിങ്ങളെ മാക്സിമം ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. പൈസ ആയിട്ട് അല്ലാതെ നിങ്ങളെ പീഡിപ്പിക്കുക. ആരെയും പേടിക്കേണ്ട കാര്യം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.